ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലത്തെ നമ്മുടെ ലാലേട്ടൻ്റെ വീക്കെൻഡ് സ്പെഷ്യൽ എപ്പിസോഡിൻ്റെ റിവ്യൂ ആട്ടോ. അപ്പോൾ ഇന്നലെ എനിക്ക് തോന്നിയത് അത്യാവശ്യം എല്ലാവരോടും ഈ ഒരാഴ്ചത്തെ നന്നായി ഫീഡ്ബാക്ക് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട് എല്ലാത്തിനെയും കുറിച്ചിട്ടും. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് നമ്മൾ കണ്ടത് ഈ പറഞ്ഞ പോലെ പേരിടൽ ആ ഒരു ടാസ്കിൽ അക്ബറിനെയും അതേപോലെ നൂറ അതിറിനെയും പറയുന്നുണ്ട്. അവർ പേരിട്ടത് ശരിയായില്ല. ഇപ്പോൾ സിറ്റി ടാങ്ക് ആണെങ്കിലും അങ്ങനെ നൂറ അതിറ അന്വേഷണം കൊടുത്ത പേരും ഒന്നും ശരിയായില്ല, നിങ്ങൾ എന്തിനാണ് അങ്ങനത്തെ പേരിട്ടിരിക്കുന്നത്, നിങ്ങൾക്ക് കിട്ടിയ നല്ല പേരല്ലേ, അങ്ങനെയൊക്കെ ആയിട്ട് ചോദിക്കുന്നുണ്ട്. അത് എന്തായാലും കറക്റ്റാണ്. അതെനിക്ക് എല്ലാവർക്കും അങ്ങനെയുള്ളൊരു ഒപ്പീനിയൻ ഉണ്ട്. ഇവർ ആ ടാസ്ക് ദുരുപയോഗം ചെയ്തു. കാരണം എത്രയോ നല്ല വേറെ പേരുകളൊക്കെ കിട്ടാൻ മതി, അല്ലാണ്ട് ഇത്രയും ഒരു താഴ്ന്ന ഒരു പേര് ഇടണ്ടായിരുന്നു എന്ന് ഓൾമോസ്റ്റ് എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് നല്ല ലാലേട്ടൻ നന്നായിട്ട് അവരോട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്ത് ഇന്നലെ വേറെ എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത് അപ്പാനി ശരത്തിനോട് പറയുന്നുണ്ട് ദേഷ്യം കുറച്ച് കൺട്രോൾ ചെയ്യണം, വായി തോന്നിയത് എല്ലാം അങ്ങനെ വിളിച്ച് പറയരുത്. അത് ശരിയാണ്. കാരണം അപ്പാനി ശരത്ത് കുറച്ച് ദേഷ്യം വരുമ്പോൾ കുറച്ച് ഓവറായിട്ട് ഒരു ആക്ട് ചെയ്യുന്ന പോലെ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു ദേഷ്യം വരുമ്പോൾ നമുക്ക് കുറച്ച് വിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് അത്രയ്ക്ക് ദേഷ്യം അവിടെ എക്സ്പ്രസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ അതിന് കുറച്ചും കൂടെ ഓവറായിട്ട് ദേഷ്യം കാണിക്കുക, കുറച്ചും കൂടെ സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ടും അങ്ങനെയുള്ളൊരിത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. അപ്പോൾ അതൊന്ന് കൺട്രോൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് വളരെ നല്ല കാര്യമാണ് ലാലേട്ടൻ പറഞ്ഞത്. പിന്നെ വേറെ അനീഷിനോട് ചോദിക്കുന്നതാണ്. അത് എനിക്ക് തോന്നുന്നു അനീഷ് നല്ലൊരു പ്ലെയറാണ്. ആ വീട്ടിനകത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല ഗെയിം പ്ലെയറിൽ ഒരു 2-3 പേരെടുത്തിട്ടുണ്ടെങ്കിൽ അതിലൊന്ന് അനീഷാണെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ലാലേട്ടൻ അനീഷ് ഓൾറെഡി പറയുന്നുണ്ട്, എന്നെ ആരെന്ത് പറഞ്ഞാലും എനിക്ക് ഒന്നുമില്ല, അത് അവിടെ വിടും, അല്ലാണ്ട് അതിനെ ഏറ്റ് ഞാൻ പിടിക്കുന്നില്ല. എല്ലാവരും അനീഷിനെ നല്ലതായിട്ടാണ്. ഇപ്പം അനുമോളാണെങ്കിലും നമ്മൾ ഇന്നലെ എപ്പിസോഡ് തുടങ്ങണതിൻ്റെ ഫസ്റ്റ് കാണിച്ചിരുന്നു അനുമോള് വാഷ്റൂമിൽ ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കും അനീഷിനോട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത്. അപ്പോൾ ഒരു സോഫ്റ്റ് അല്ലാണ്ട് ഭയങ്കര ക്രൂവലായിട്ടും അല്ലെങ്കിൽ ഭയങ്കര ഹാർഷായിട്ടൊക്കെയാണ് അനീഷിനോട് പലപ്പോഴും പല ആൾക്കാരും സംസാരിക്കണത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. ശരിക്കും അതിൽ നിന്നൊരു ആവശ്യമില്ലാത്ത സ്ഥലത്താണ് അവർ അത്രയും ഹാർഷായി സംസാരിക്കുന്നത്. പക്ഷേ എന്ത് പറഞ്ഞാലും അനീഷ് അതിന് ഓപ്പോസിറ്റ് അതുപോലെ ഹാർഷായി സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ചിരിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അനീഷിൻ്റെ ലാംഗ്വേജ് കുറച്ചൊരു എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് കുറച്ചൊരു അത്ര ഹാർഷാവാണ്ട് കുറച്ചൊരു സോഫ്റ്റ് ആയിട്ടാണ് അനീഷ് എന്നാൽ പറയുന്നത്. ഈ പറഞ്ഞ പോലെ പറയുന്നുണ്ട്, പക്ഷെ എന്നാലും ഇവർ സംസാരിക്കുന്ന ആ ഒരു രീതിയിൽ അതുപോലെ ചൂടോടെ ഈ തല്ലുണ്ടാക്കാൻ വേണ്ടി പറയുന്ന പോലെ എനിക്ക് ചില സമയത്തൊന്നും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. സോഫ്റ്റ് ആയിട്ടായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക, പക്ഷെ എന്നാലും അപ്പുറത്തുനിന്ന് വരുന്ന റെസ്പോൺസ് കുറച്ച് ഹാർഷായിട്ടായിരിക്കും പലപ്പോഴും. എനിക്കങ്ങനെ ചില സമയത്ത് തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാവരോടും ഇപ്പോൾ കിച്ചണിലാണെങ്കിലും ഉള്ള ആൾക്കാർ ഇപ്പോൾ രണ ഫാത്തിമയും ഒണിയലും കൂടെ സംസാരിക്കുന്ന ആ ഒരു ഇഷ്യൂ ഇവർ ലാലേട്ടൻ പറഞ്ഞിരുന്നു. കിച്ചണിൽ എന്തിനാണ് ഇങ്ങനെ ഫൈറ്റ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ. അപ്പോൾ അതെല്ലാം എനിക്ക് തോന്നുന്നു ആവശ്യമില്ലാത്ത ഒരു സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ഫൈറ്റായിരിക്കും. അതിലൊന്നും ഒരു കാര്യമില്ല, ഒരു ആവശ്യമില്ലാത്ത ഓരോ ഫൈറ്റാണ് അതെല്ലാം. അങ്ങനെ കിച്ചണിൽ ഇപ്പോൾ പറഞ്ഞ പോലെ സരിക ഒന്നും ആക്റ്റീവല്ല, ഉണിയൽ ആക്റ്റീവല്ല, സരിത ആക്റ്റീവല്ല, ഷാരിക ആക്റ്റീവല്ല, അങ്ങനെയെല്ലാം ലാലേട്ടൻ പറയുന്നുണ്ട്. അതെല്ലാം കറക്റ്റാണ്. ഇവരൊന്നും നമ്മൾ അത്രയും ഉള്ളൊരു ഇഷ്യൂവിൽ കാണുന്നില്ല. ഇപ്പോൾ സരികയാണെങ്കിലും ഷാരികയാണെങ്കിലും ഈ പറഞ്ഞ പോലെ ഷാരിക പിന്നെയും വേറൊരാളുടെ ഇഷ്യൂവിൽ കയറി ചിലപ്പോൾ കുറച്ചൊരു വോയിസ് ഇതായിട്ടിട്ട് പറയുന്ന, അല്ലെങ്കിൽ സരിക അതുപോലും ചെയ്ത് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. എപ്പിസോഡിൽ കാണുന്നില്ല. ഇനിയിപ്പോൾ 24/7 ഉണ്ടോ എന്ന് എനിക്കറിയില്ല, കാരണം ഞാനത് കാണാറില്ല. പിന്നെ വേറെ ലാലേട്ടൻ പറഞ്ഞിരിക്കുന്ന ഈ പറഞ്ഞ പോലെ 1-2 കാര്യം. ഇപ്പോൾ ഷാനവാസ് ഉറങ്ങിയതിനെ കുറിച്ചിട്ട് ആ ഒരു ചെറിയൊരു ടോക്ക് വന്നിരുന്നു. അപ്പോൾ ഷാനവാസനെ പറയുന്നുണ്ട് അതെൻ്റെ ഒരു ഗെയിമാണ്, ഉറങ്ങിയതുപോലെ അഭിനയിക്കുന്നത് എന്നാൽ എനിക്ക് ആരും വിശ്വാസമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. മേ ബി അത് ഷാനവാസിൻ്റെ ഗെയിം പ്ലാൻ ആയിരിക്കാം. പക്ഷേ കാണുന്ന ആൾക്കാർക്ക് ഷാനവാസ് നന്നായിട്ട് ഉറങ്ങിയ പോലെ തന്നെയാണ് തോന്നുന്നത്.
പിന്നെ മെയിൻ എനിക്ക് ഇന്നത്തെ എപ്പിസോഡിൽ അട്രാക്റ്റീവായി തോന്നിയത് രേണു സുധിയുടെ ആ ഒരു വോട്ടിങ്ങിൻ്റെ ആ ഒരു വീഡിയോ ആണ്, വോട്ട് ചോദിച്ചുകൊണ്ടുള്ള വീഡിയോ. ആക്ച്വലി ഞാൻ അത് കണ്ടിട്ടില്ല യൂട്യൂബിൽ, പിന്നെ എപ്പിസോഡിലാണ് ഞാൻ ആ വീഡിയോ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ലാലേട്ടൻ ചോദിച്ചത് നന്നായി. കാരണം ആ ഒരു വോട്ട് ചോദിക്കുന്നത് എല്ലാവർക്കും കുറേ പേർക്ക് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ഇതാണ്. കാരണം വീട്ടിനകത്ത് ഫോൺ യൂസ് ചെയ്തിട്ട് ആരും പറയുന്നത് ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്തതാണോ എന്നെല്ലാം ചിലപ്പോൾ മേ ബി ചില ആൾക്കാർക്കെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടാവാം. അപ്പോൾ അതിൽ ലാലേട്ടൻ ചോദിച്ചത് വളരെ കറക്റ്റായി. അപ്പോൾ അത് അല്ലെങ്കിൽ ചിലപ്പം മേ ബി എല്ലാ ആഴ്ചയും രേണുസുതി ഇതേപോലെ ആർക്കാണോ ആ ഒരു അവരുടെ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യാൻ കൊടുത്തിട്ടുള്ളത് അവർ മേ ബി ചിലപ്പോൾ എല്ലാ ആഴ്ചയും ഇടാം. അപ്പോൾ ഇത് ഫസ്റ്റ് വീക്ക് തന്നെ സ്റ്റോപ്പ് ചെയ്യാൻ ലാലേട്ടൻ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തത് വളരെ നന്നായി. അല്ലെങ്കിൽ അത് ആൾക്കാരുടെ ഇടയിൽ ഈ പറഞ്ഞ പോലെ തെറ്റിദ്ധരിപ്പിക്കാൻ കുറച്ച് ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതൊക്കെയാണ് ഇന്നലത്തെ എപ്പിസോഡിൽ എനിക്ക് മെയിനായി തോന്നിയത്. പിന്നെ ജിസൈലിൻ്റെ മേക്കപ്പ്, എന്താ പറയുക, മേക്കപ്പ് ഐറ്റംസ് ജിസയിൽ ആരും അറിയണ്ട്, കൺസീലർ അങ്ങനെ ഒളിപ്പിച്ച് വെച്ചതിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നതും അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ അറിയാം ആര് അധികം എലിമിനേറ്റ് ആവും എന്നുള്ളത്. അപ്പോൾ ആരാണോ എലിമിനേറ്റ് ആവുന്നത് അയാൾ അത്ര ആക്റ്റീവ് അല്ലാതിരിക്കുന്ന ആളാവുകയാണെങ്കിൽ അത്രയും നല്ലത്. കാരണം നന്നായി കളിക്കുന്ന ഒരാൾ വോട്ട് പറഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ എലിമിനേറ്റ് ആവുന്നതിനേക്കാളും ആക്റ്റീവ് അല്ലാത്ത ഒരാൾ എലിമിനേറ്റ് ആവുന്നതല്ലേ നല്ലത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ട് നാളെ റിവ്യൂ ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.